ഒരു പട്ടാളക്കാരൻ്റെ കഥയാണ്. വല്ലപ്പോഴുമാണ് അയാൾ നാട്ടിലേക്ക് വരിക. ഒരിക്കൽ വന്നപ്പോൾ അയാളുടെ കല്യാണം കഴിഞ്ഞു. ഭാര്യ ഗർഭിണിയായപ്പോൾ അയാൾ പട്ടാള ക്യാമ്പിലേക്ക് തന്നെ തിരിച്ചുപോയി. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോഴാണ് അയാൾ അറിയുന്നത് തൻ്റെ ഭാര്യ പ്രസവിച്ചുവെന്നും 2 മക്കളെ കിട്ടിയെന്നും. പക്ഷേ ആ പ്രസവത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ടുവെന്നും. ഒരേപോലെയുള്ള 2 കുട്ടികൾ. അങ്ങനെ കുറച്ചു കാലം അദ്ദേഹം അവരുടെ കൂടെ ജീവിച്ചു. തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നത്, പോകുമ്പോൾ 2 കുട്ടികളെയും നീ കൊണ്ടുപോകണം. അങ്ങനെ കുട്ടികളെയും കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് തൻ്റെ ജോലി സ്ഥലത്തേക്ക് ട്രെയിനിൽ. ആ ട്രെയിനിൽ വെച്ച് ആ 2 കുട്ടികൾക്കും പനി ബാധിച്ചു. അതിൽ ഒരു കുട്ടി മരിച്ചു. അന്ന് ഒരു നിയമമുണ്ട്, ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ട്രെയിനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, അത് പറ്റാത്തത് കൊണ്ട് ഒരു പാലത്തിൻ്റെ മുകളിലൂടെ നമ്മൾ പോകുമ്പോൾ കുട്ടിയുടെ ഡെഡ് ബോഡി പുഴയിലേക്ക് എറിയണം. അത്ര വലിയ അലർച്ചയോടെ സങ്കടത്തോടെ ആ അച്ഛൻ തൻ്റെ കുട്ടിയുടെ മൃതദേഹം പുഴയിലേക്ക് എറിഞ്ഞു. നഷ്ടപ്പെട്ടു പോയ കുട്ടിയോട് പോലുള്ള സ്നേഹവും വാത്സല്യവും ഈ കുഞ്ഞിനോടുമുണ്ട്. അങ്ങനെ അദ്ദേഹം ആ കുട്ടിയെ എടുത്ത് തോളിലിട്ടപ്പോൾ ആ കുട്ടി ഇങ്ങനെ കുഴഞ്ഞു വീണു. അപ്പോഴാണ് അദ്ദേഹം ആ വലിയ സത്യം തിരിച്ചറിഞ്ഞത്, പുഴയിലേക്കിട്ടത് ജീവനുള്ള കുട്ടിയെ ആയിരുന്നു എന്ന്. ഇത് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ റൂമിലിരുന്ന് വെറുതെ എഴുതിയ ഒരു ഭാവനയാണ്. പക്ഷേ 100 കൊല്ലങ്ങൾക്ക് ഇപ്പുറം ഈ കഥ കേട്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആർട്ടിൻ്റെ, കലയുടെ മഹാശക്തി എന്ന് പറയുന്നത്.